നമസ്കാരം. ഫണ്ണി ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അതുമേ തന്നെ ഞങ്ങൾ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് ഞങ്ങളിടുന്ന ഓരോ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് കാണുന്നത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചുമലച്ചീരയുടെ വിത്ത് നമ്മൾ പാകിയതാണ്. പാകി മുളപ്പിച്ചപ്പോൾ ഈ ഒരു പരുവത്തിന് വളർന്നു വന്നാണ് ഇത് കാണുന്നത്. കൂടാതെ ഇത് തന്നെയല്ല, പച്ചച്ചീരയും നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ കാണുന്നതെല്ലാം വിത്തിൻ്റെ പരുവത്തിലായതിനകത്ത് മൂത്ത് പാകമായതാണ്. കൂടാതെ തോരൻ വെക്കുന്ന പരുവത്തിനുള്ള ആ ഒരു ചീരയും ഇവിടെ നിൽപ്പുണ്ടാകും. നമുക്ക് നിങ്ങളെ കാണിക്കാം. ഈ കാണുന്നതെല്ലാം തോരൻ വെക്കാനായിട്ട് പരുവത്തിന് പാകത്തിനായി നിൽക്കുന്ന ചീരയാണ്. കൂടാതെ ഇതെല്ലാം നമ്മൾ നേരത്തെ കുറേ പ്രാവശ്യം ഉപയോഗിച്ചതാണ്. അത് കാരണം നമുക്കിത് കാണാൻ സാധിക്കും. ഇതെല്ലാം പൂത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ പച്ചച്ചീരയും നേരത്തെ കാണിച്ച് കിളിർത്ത് നിൽക്കുന്ന ചുവലച്ചീരയുടെ വിത്തെല്ലാം നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. കൂടാതെ ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും സുപ്രധാനമായി അറിയാവുന്നൊരിതാണ് സാമ്പാർ ചീര എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ചീര ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പം ഇതിൽ ചിലതെല്ലാം തോരൻ വെക്കുന്നതിന് ഉപയോഗപ്രദമായ രീതിയിലാണ് നിൽക്കുന്നത്. കൂടുതലും പൂത്ത ആ ഒരു അവസ്ഥയിലാണ് കാണുന്നത്, പൂത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്.